Hello everyone, welcome to Competitive Cracker. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫിസിക്കൽ കെമിസ്ട്രിയിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫിസിക്കൽ കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോഴത്തേന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ട് നമ്മുടെ കെമിക്കൽ കൈനറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ്. കെമിക്കൽ കൈനറ്റിക്സിലെ നമ്മുടെ റേറ്റ് ലോയുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ്, പിന്നെ നമ്മുടെ അരീനിയസ് ഇക്വേഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഫിസിക്കൽ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ടും നമ്മളുടെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. എല്ലായ്പ്പോഴും നമുക്ക് കമ്പൽസറി ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. അതുപോലെ തന്നെ നമുക്ക് ഒരു മാർക്ക് പോലും ഈ ഒരു സെഷനിൽ നിന്ന് പോവാതെ വളരെ ഈസി ആയിട്ട് പഠിക്കാനും പറ്റുന്നൊരു സെഷനാണ്. അപ്പം നമുക്ക് ഒട്ടും സമയം കളയാതെ ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ പലപ്പോഴും കുട്ടികളോട് ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് അവർ വളരെ ചെയ്യാൻ അറിയാത്ത രീതിയിൽ ഇരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളോട് സിമ്പിളായിട്ട് ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കുന്നത് റേറ്റ് ലോ ഡിറൈവ് ചെയ്യാനാണ്. അപ്പോൾ പറയും ഇത്ര ഡിഫിക്കൽട്ട് ആണോ? ഇവിടെ നമുക്ക് കുറച്ച് ഡേറ്റാസ് തന്നിട്ടുണ്ട്. ഈ ഡേറ്റാസിൽ നിന്ന് നമുക്ക് നമ്മുടെ റേറ്റ് ലോയെ ഡിറൈവ് ചെയ്തെടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്? അത് ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം, നിങ്ങളും കൂടെ ഒന്ന് ശ്രമിച്ച് നോക്കൂ ചെയ്യാൻ പറ്റുമോ ഇല്ലേന്ന്. അപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈനറ്റിക്സ് വലിയ ബുദ്ധിമുട്ടില്ല എന്ന് നമുക്ക് വിചാരിക്കാം. ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് പഠിക്കണം, പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിരിക്കും. അപ്പം നോക്കിക്കേ, ക്വസ്റ്റ്യൻ ഇതാണ്. ഫോർ ദ റിയാക്ഷൻ എക്സ് പ്ലസ് വൈ ഗീവ്സ് ഇസഡ്. നമ്മുടെ റിയാക്ഷൻ ഇതാണ്, എക്സും വൈയും കൂടെ കമ്പൈൻ ചെയ്ത് നമുക്ക് ഇസഡ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് കിട്ടുന്നു. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ സ്റ്റാർട്ടിങ് വിത്ത് എ ഡിഫറെൻറ്റ് ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ആൻഡ് വൈ. ഇവിടെ എക്സിൻ്റെയും വൈയുടെയും കോൺസെൻട്രേഷൻ, ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. ആ ഡിഫറെൻറ്റ് കോൺസെൻട്രേഷനിലാണ് റിയാക്ഷൻസ് നടക്കുന്നത്. ഇനീഷ്യൽ റേറ്റ് ഓഫ് റിയാക്ഷൻ വെയർ ഡിറ്റർമൈൻഡ് ഗ്രാഫിക്കലി ഇൻ 4 എക്സ്പെരിമെൻറ്റ്സ് ആസ് ഷോൺ ഇൻ ദ ഫോളോയിങ് ടേബിൾ. അപ്പം നമ്മൾ 4 എക്സ്പെരിമെൻറ്റുകൾ ചെയ്യുന്നുണ്ട്. ആ 4 എക്സ്പെരിമെൻറ്റുകളിലും നമ്മൾ ഗ്രാഫിക്കൽ മെത്തേഡ് വെച്ചിട്ട് നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ ആദ്യം തന്നേക്കുന്നത് ആദ്യത്തെ എക്സ്പെരിമെൻ്റ് ആണ്. ആദ്യത്തെ എക്സ്പെരിമെൻറ്റിൽ എക്സിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ, വൈയുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ നമുക്ക് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ആ ഒരു റിയാക്ഷൻ്റെ റേറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. മനസ്സിലാവുന്നു? നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ദ റേറ്റ് ലോ ഫോർ ദിസ് റിയാക്ഷൻ ഫ്രം ദ ഡേറ്റ ഇൻ ദ ടേബിൾ. നമുക്ക് ഈ തന്നേക്കുന്ന ഡേറ്റാസ് വെച്ചിട്ട് നമ്മൾ ഈ പെർട്ടിക്കുലർ റിയാക്ഷൻ്റെ റേറ്റ് എന്താണെന്ന് കണ്ടുപിടിക്കണം, അല്ലെങ്കിൽ റേറ്റ് ലോ നമ്മൾ ഡിറ്റർമൈൻ ചെയ്യണം. അതാണ് നമ്മളുടെ ജോലി. അപ്പം നമുക്കിവിടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എക്സ് എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെയും വൈ എന്ന് പറയുന്ന റിയാക്റ്റൻറ്റിൻ്റെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. നോക്കിക്കേ, ആദ്യത്തെ റിയാക്ഷനിൽ 1.6 × 10⁻³ ആണ് എക്സിൻ്റെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ. വൈയുടെ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 5 × 10⁻² ആണ്. ഇവിടെ നമുക്ക് റേറ്റും തന്നിട്ടുണ്ട്. റേറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേനുള്ള റേറ്റ് എന്ന് പറയുന്നത് 10⁻³ ആണ്. ഇനി അടുത്ത സെറ്റ് ഓഫ് ഡേറ്റയിൽ തന്നേക്കുന്നത് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഇനീഷ്യൽ കോൺസെൻട്രേഷനിൽ സെയിം റിയാക്ഷൻ നമ്മൾ ചെയ്യുവാണ്. അവിടെ എക്സിൻ്റെ കോൺസെൻട്രേഷൻ 3.2 × 10⁻³, വൈയുടെ കോൺസെൻട്രേഷൻ 5 × 10⁻². നമ്മുടെ ആ ഒരു പെർട്ടിക്കുലർ സ്റ്റാർട്ടിംഗ് മെറ്റീരിയൽ വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ആ റിയാക്ഷൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 4 × 10⁻³. ഇതേപോലുള്ള 2 ഡേറ്റാസും കൂടെയാണ് നമുക്ക് താഴെ തന്നിരിക്കുന്നത്. അവിടെ വീണ്ടും നമ്മുടെ എക്സിൻ്റെയും വൈയുടെയും ഇനീഷ്യൽ കോൺസെൻട്രേഷൻ ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റേറ്റും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ റേറ്റ് ലോ ഡിറൈവ് ചെയ്യുന്നത്? അപ്പം നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ റേറ്റ് ലോ പറയുന്നത് എന്താണ്? റേറ്റ് ലോ പറയുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. റേറ്റ് എന്ന് പറയുന്നത് എന്താണ്? റേറ്റ് ഇസ് ഈക്വൽ ടു റേറ്റ് കോൺസ്റ്റന്റ് കെ. കെ എന്ന് പറയുന്നതാണ് നമ്മുടെ റേറ്റ് കോൺസ്റ്റന്റ്. നമ്മുടെ ഇവിടുത്തെ റിയാക്റ്റൻസ് എക്സും വൈയോ ആയതുകൊണ്ട് നമ്മളുടെ കോൺസെൻട്രേഷൻ ഓഫ് എക്സ് ഇൻറ്റു എം. എന്താ എം എന്ന് പറയുന്നത്? നമ്മൾ പറഞ്ഞിട്ടുണ്ട് റേറ്റ് ലോയിൽ കോൺസെൻട്രേഷൻ്റെ പവേഴ്സ് ആയിട്ട് വരുന്നു. അവരെയാണ് നമ്മൾ ഓർഡർ ആയിട്ട് എടുക്കുന്നത്, അല്ലേ? x⁻m ഇൻറ്റു y⁻n. ഇതാണ് നമ്മളുടെ റേറ്റ് ലോ അല്ലെങ്കിൽ റേറ്റ് ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഈ കേസുകളിലെല്ലാം, ഈ 4 കേസുകളിലും നമ്മൾ എന്ത് ചെയ്യണം? റേറ്റ് ഇക്വേഷൻസ് എഴുതണം. റേറ്റ് ലോ അനുസരിച്ചുള്ള റേറ്റ് ഇക്വേഷൻ. അപ്പം ഞാൻ ആദ്യത്തെ കേസ് എടുക്കുവാണ്. ആദ്യത്തെ കേസിൽ എക്സിൻ്റെ കോൺസെൻട്രേഷൻ 1.6 × 10⁻³ വൈയുടെ കോൺസെൻട്രേഷൻ 5 × 10⁻² ആണ്. നമ്മുടെ റേറ്റ് 10⁻³ ആണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് കേസിൽ എങ്ങനെ നമുക്ക് റേറ്റ് ലോ എഴുതാം? ഞാൻ ഇങ്ങോട്ട് എഴുതാം. ഫസ്റ്റ് കേസിൽ നമുക്ക് എഴുതാൻ പറ്റുന്നത് റേറ്റ് 10⁻³ എന്ന് പറയുന്നതിന് നമുക്ക് എങ്ങനെ എഴുതാം? 10⁻³ എന്ന് പറയുന്നത് 1.6 × 10⁻³ ഹോൾ പവർ m ഇൻറ്റു എന്തെന്ന് പറയും? 5 × 10⁻² n. ഇതാണ് നമ്മളുടെ ഇക്വേഷൻ നമ്പർ 1.
ഇനി നമ്മൾ അടുത്ത ഇക്വേഷൻ എഴുതുക. ദാ ഈ രണ്ടാമത്തെ തന്നേക്കുന്ന സെറ്റ് ഓഫ് ഡേറ്റാസിന്റെ കേസിന് നമ്മൾ ഇതേപോലെ റേറ്റ് ഇക്വേഷൻ എഴുതുക. അപ്പം നമുക്ക് എന്ത് വരും? നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് 4 × 10⁻³ വിച്ച് ഈസ് ഈക്വൽ ടു എങ്ങനെ വരും? എക്സിന്റെ കോൺസെൻട്രേഷൻ അവിടെ 3.2 ആണ്, ഇതിന്റെ ഇരട്ടി എടുത്തേക്കുന്നത്. അപ്പൊ എങ്ങനെ വരും? 3.2 × 10⁻³ ഹോൾ പവർ m ഇൻറ്റു വൈയുടെ കോൺസെൻട്രേഷൻ എന്താ? 5 × 10⁻² ഹോൾ പവർ n. അതാണ് നമ്മുടെ ഇക്വേഷൻ 2. നിങ്ങൾ ഇക്വേഷൻ 1 ഉം 2 കൂടെ ഒന്ന് നോക്കിക്കേ. ഇക്വേഷൻ 1 ഉം 2 കൂടെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇക്വേഷൻ 2 നമ്മൾ 1 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യുവാണ്. ഈ ഇക്വേഷൻ 2 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്ത് പറ്റൂടെ? 4 × 10⁻³ ഡിവൈഡഡ് ബൈ 10⁻³. അതായത് നമുക്ക് അവിടെ കിട്ടുന്ന എന്താണ്? 4 കിട്ടും. 10⁻³ 10⁻³ കൂടെ കട്ട് ചെയ്ത് പോകും. അപ്പൊ നമുക്ക് 4 കിട്ടും. ഇനി എന്താ വരുന്നത്? 5 × 10⁻²n 5 × 10⁻²n. അപ്പൊ ആ രണ്ട് ടേംസും എന്ത് ചെയ്യും? കട്ട് ചെയ്ത് പോകും അല്ലേ? കട്ട് ചെയ്ത് പോവും. പിന്നെ വരുന്ന എന്താണ്? 3.2 × 10⁻³ ഹോൾ പവർ m 1.6 × 10⁻³ ഹോൾ പവർ n. അതായത് ഈ 10⁻³ 10⁻³ കട്ട് ചെയ്ത് പോകും. പിന്നെ വരുന്ന എന്താ? 3.2 ഡിവൈഡ് ബൈ 1.6. അതായത് എന്ത് വരും? നമ്മുടെ 2 എന്ന് പറഞ്ഞു വരത്തില്ലേ? 2 to the power m എന്ന് പറഞ്ഞു വരും. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? 2 to the power m എന്ന് പറയുന്നത് 4 ആണ്. അതായത് 2 സ്ക്വയർ എന്ന് എഴുതി കൂടെ നമുക്ക് 4-നെ 2 സ്ക്വയർ ഇസ് ഈക്വൽ ടു 2 to the power m. അതായത് നമുക്ക് എമ്മിന്റെ വാല്യൂ എന്തെന്ന് കിട്ടി? എമ്മിന്റെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 2 എന്ന് പറഞ്ഞ് കിട്ടി. മനസ്സിലാകുന്നു? അപ്പൊ നമുക്ക് റേറ്റിലൂടെ ആദ്യത്തെ സ്റ്റെപ്പ് കിട്ടി. ഇനി നമ്മൾ എം കണ്ടുപിടിച്ചു. ഇനി നമ്മൾ എന്താണ്? വൈയുടെ കോൺസെൻട്രേഷന്റെ പവർ എന്താണെന്നല്ലേ കണ്ടുപിടിക്കേണ്ടത്. വൈയുടെ കോൺസെൻട്രേഷന്റെ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളിതാ ഇക്വേഷൻ 1 തേർഡ് ഒരു ഇക്വേഷൻ നമുക്ക് കൺസ്ട്രക്ട് ചെയ്തുകൂടെ? തേർഡ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെ 2 × 10⁻³ ഞാൻ ഇങ്ങോട്ട് എഴുതുകയാണ്. ഇക്വേഷൻ 3 എന്ന് പറയുന്നത് 2 × 10⁻³ അതാണ് മൂന്നാമത്തെ ഇക്വേഷന്റെ കേസിൽ റേറ്റ് എന്ന് പറയുന്നത്. 2 × 10⁻³ ഇസ് ഈക്വൽ ടു k ഇൻറ്റു എങ്ങനെ വരും? 1.6 × 10⁻³ റേസ് ടു m ഇൻറ്റു 10⁻⁻1 ദ ഹോൾ പവർ n. ഇങ്ങനെയല്ലേ വരുന്നത്? അപ്പൊ ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതാം. അപ്പൊ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നമുക്ക് ഇക്വേഷൻ 1 ഉം 2 ഉം 3 ഉം ആയി. ഇനി നമ്മൾ ഇവിടെ തേർഡ് ഇക്വേഷൻ, ഇതല്ലേ നമ്മുടെ തേർഡ് ഇക്വേഷനെ നമ്മൾ ഇക്വേഷൻ 1 കൊണ്ട് ഒന്ന് ഡിവൈഡ് ചെയ്യാണ്. ഇക്വേഷൻ 1 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നോക്കിക്കേ, നമ്മൾ 2 × 10⁻³ ഡിവൈഡ് ബൈ 10⁻³. അതായത് എത്ര വരും ആൻസർ? നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 2 എന്ന് പറഞ്ഞു വരും. 2 ഇസ് ഈക്വൽ ടു എന്തെന്ന് പറഞ്ഞു വരും? 2 ഇസ് ഈക്വൽ ടു ഇവിടെ നോക്കിക്കേ, ഇവിടെ നമുക്ക് 1.6 രണ്ടിലും വരുന്ന 1.6 ആണ്. ആ ടേംസ് കട്ട് ചെയ്ത് പോകും. പിന്നെ വരുന്നത് എങ്ങനെയാണ്? ഇവിടെ നമുക്ക് 5 × 10⁻⁻1 അങ്ങനെയല്ലേ വരുന്നത്. അപ്പം നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ എങ്ങനെ പറ്റും? ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഇക്വേഷനെ കൺസ്ട്രക്ട് ചെയ്ത് ഇതേ ഫാഷനിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമുക്ക് എന്നിൻ്റെ വാല്യൂസ് കിട്ടും. എന്നിൻ്റെ വാല്യൂസ് കിട്ടുവാണെന്ന് വെച്ചാൽ 2 to the power n എന്ന് പറയുന്നത് നമുക്ക് എന്തെന്ന് പറഞ്ഞ് കിട്ടും? 2 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് എന്നിൻ്റെ വാല്യൂ എന്തെന്ന് പറഞ്ഞ് കിട്ടും? 1 എന്ന് പറഞ്ഞ് കിട്ടും. അങ്ങനെ വരുമ്പോഴത്തേനും നമുക്ക് എന്ത് എഴുതാൻ പറ്റും? നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് റേറ്റ് ഇസ് ഈക്വൽ ടു k ഇൻറ്റു എക്സ് ടു ദ പവർ, ഇവിടെ എത്രയാണ് നമുക്ക് കിട്ടിയത്? 2 × y to the power എന്തെന്ന് പറഞ്ഞ് കിട്ടും? 1 എന്ന് പറഞ്ഞ് കിട്ടും. അതായത് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നമ്മുടെ ബി ആണ് കറക്റ്റ് വരുന്നത്. കണ്ടോ? r is equal to k × x² ഇൻറ്റു y raised to 1. അതായത് നമുക്ക് y എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് പറ്റും. ഈ ഇക്വേഷന് നമ്മൾ ജസ്റ്റ് ഒന്ന് സോൾവ് ചെയ്താൽ മാത്രം മതി, നമുക്ക് ആൻസർ ഇവിടെയും കിട്ടും. മനസ്സിലാവുന്നു? ഏത് വേണമെങ്കിലും ഇത് കണക്ക് നിങ്ങൾക്ക് എടുത്ത് ചെയ്യാം. ഇപ്പം നിങ്ങൾക്ക് ഇത് തമ്മിൽ ക്യാൻസൽ ഔട്ട് ചെയ്യാൻ പറ്റും. നോക്കിക്കേ, ഈ 4 ഉം 2 എടുത്താലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇക്വേഷൻ 2 ഇത് നമുക്ക് അടുത്തൊരു ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്യുക. അപ്പോൾ എങ്ങനെ വരും? 3.2 ഉം 3.2 കൂടെ കട്ട് ചെയ്ത് പോവും. പിന്നെ നമുക്ക് വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ
5 into 10 raised to minus 2 divided by 10 raised to minus 1 അങ്ങനെ വെച്ചിട്ട് നമ്മൾ അവരെ കട്ട് ചെയ്താൽ മതി. സിമിലർ ടേംസ് കട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് ആൻസർ ബി എന്ന് പറഞ്ഞ് കറക്റ്റായിട്ട് നമ്മുടെ ആൻസർ കിട്ടുകയും ചെയ്യും. മനസ്സിലാവുന്നു? ഇപ്പം ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മൾ ജസ്റ്റ് ആ റേറ്റ് ലോ വെച്ചിട്ട് നമ്മൾ ഇക്വേഷൻസ് എഴുതുക, അതിനുശേഷം ഈ ഒരു ഫാഷനിൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? റേറ്റ് ഇക്വേഷൻ കൺസ്ട്രക്ട് ചെയ്ത് എഴുതുക. സിമ്പിൾ അല്ലേ? ഇങ്ങനെയുള്ള ഏത് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾക്കിനി ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കിക്കേ. Which among the following statement is correct regarding the mean free path of gas molecule? നമ്മുടെ മീൻ ഫ്രീ പാത്തിനെ സംബന്ധിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മീൻ ഫ്രീ പാത്ത് എന്നൊക്കെ അറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. നോക്കിക്കേ, നമുക്ക് തന്നിരിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ്. മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു അബ്സല്യൂട്ട് ടെമ്പറേച്ചർ. Mean free path of a gas is inversely proportional to pressure. Mean free path of a gas is inversely proportional to square of its molecular diameter. 4 സ്റ്റേറ്റ്മെന്റ് ആണ് തന്നേക്കുന്നത്. മീൻ ഫ്രീ പാത്തും ടെമ്പറേച്ചറും പ്രഷറും അതുപോലെ തന്നെ നമ്മളുടെ മോളിക്കുലാർ ഡയമീറ്റർ തമ്മിലുള്ള റിലേഷൻ നമ്മളോട് ഡയറക്റ്റ് ആയിട്ട് ചോദിച്ചേക്കുവാണ്. അല്ല, കുറച്ച് കറക്കി ചോദിച്ചേക്കുക. അതിനകത്ത് ഏതാണ് തെറ്റ്, ഏതാണ് ശരി, ഇതാണ് നമ്മളോട് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻ. അപ്പൊ ഈ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്തറിഞ്ഞിരിക്കണം? എന്താണ് നമ്മളുടെ മീൻ ഫ്രീ പാത്ത് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ മീൻ ഫ്രീ പാത്തിനെ നമ്മൾ ലാംഡ എന്ന് പറയുന്ന ഒരു ലെറ്റർ വെച്ചിട്ടൊക്കെയാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. മീൻ ഫ്രീ പാത്ത് ഈസ് ലാംഡ. അത് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പൊ എന്താ ഈ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കൊളീഷൻ തിയറി അനുസരിച്ച് ഒരു റിയാക്ഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ 2 മോളിക്യൂൾ തമ്മിൽ എന്ത് ചെയ്യണം? കൊളൈഡ് ചെയ്യണം. അങ്ങനെ 2 മോളിക്യൂൾസ് കൊളൈഡ് ചെയ്താൽ മാത്രമേ, എഫക്റ്റീവായിട്ട് കൊളൈഡ് ചെയ്താൽ മാത്രമേ ഒരു റിയാക്ഷൻ പോസിബിൾ ആയിട്ട് നടക്കത്തുള്ളൂ. അപ്പം അങ്ങനെ ഒരു കൊളീഷന് മുമ്പ്, എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കൊളീഷൻ നടക്കുന്നതിന് മുമ്പ് 2 മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നു? അതായത് ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള കൊളീഷന് മുമ്പ് 2 മോളിക്യൂൾസ് ട്രാവൽ ചെയ്യുന്ന ഒരു മീൻ പാത്തിനെ അല്ലെങ്കിൽ മീൻ ഡിസ്റ്റൻസിനെ അല്ലെങ്കിൽ ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. മീൻ ഫ്രീ പാത്ത് ഈസ് ദ ആവറേജ് ഡിസ്റ്റൻസ് ഓഫ് എ മോളിക്യൂൾ വിച്ച് ട്രാവൽസ് ബിഫോർ കൊളൈഡിങ് വിത്ത് അനദർ മോളിക്യൂൾ. മനസ്സിലാവുന്നു? വേറൊരു മോളിക്യൂളുമായിട്ട് കൊളൈഡ് ചെയ്യുന്നതിന് മുമ്പ് ഒരു മോളിക്യൂൾ സഞ്ചരിക്കുന്ന ആവറേജ് ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെയിൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? മെയിൻ ഫ്രീ പാത്ത് ലാംഡ എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? KT ഡിവൈഡഡ് ബൈ √2 pi dm square into n by v. അപ്പൊ ഇവിടുത്തെ ഓരോ ടേംസും നോക്കിക്കേ. K എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് അല്ലേ? നമ്മുടെ ഗ്യാസ് കോൺസ്റ്റന്റ് ഡിവൈഡ് ബൈ അവോഗാഡ്രോസ് നമ്പർ ആണ് നമ്മുടെ ബോൾസ്മാൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത്. ടി എന്ന് പറഞ്ഞാലോ നമ്മുടെ ടെമ്പറേച്ചർ ആണ്. ഡി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡയമീറ്റർ ആണ്. അതുപോലെ തന്നെ അടുത്ത നോക്കിക്കേ, എൻ ബൈ വി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, അതായത് ഡെൻസിറ്റി ആണ് നമുക്ക് അവിടെ തന്നിരിക്കുന്നത്. അതായത് നമുക്ക് എന്ത് പറയാൻ പറ്റും? നമ്മുടെ ഈ മീൻ ഫ്രീ പാത്ത് അല്ലെങ്കിൽ നമ്മുടെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്, ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ടെമ്പറേച്ചർ ആണ്. അതേസമയം ഡിയുമായിട്ട് നോക്കുമ്പോഴോ നമ്മളുടെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു എന്താണ്? നമ്മുടെ ഡയമീറ്റർ ആണ്. മനസ്സിലാവുന്നു? അതുപോലെ തന്നെ നമ്മുടെ എൻ ബൈ വി എന്ന് വെച്ചാൽ ഡെൻസിറ്റി എടുത്ത് നോക്കുവാണെങ്കിൽ, അതായത് എൻ ബൈ വി വാല്യൂസിനെ വെച്ച് നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴത്തേനും നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? അതും എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ടു മീൻ ഫ്രീ പാത്ത് ആണ്. അതായത് നമ്മളുടെ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് മീൻ ഫ്രീ പാത്ത് ഡിക്രീസ് ചെയ്യും. അതേപോലെ ടെമ്പറേച്ചർ കൂടുന്നു. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യും? മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. അപ്പോൾ അവർ വളരെ വേഗത്തിൽ ട്രാവൽ ചെയ്യും അല്ലേ? അപ്പോൾ ടെമ്പറേച്ചറുമായിട്ട് നോക്കുമ്പോഴത്തേന് അവർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നോക്കിക്കേ, ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് മോളിക്യൂൾസിന്റെ കൈനറ്റിക് എനർജി കൂടും. കൈനറ്റിക് എനർജി കൂടുന്നതനുസരിച്ച് മോളിക്യൂൾസിന്റെ മൂവ്മെന്റ് എന്തായിരിക്കും? ഫാസ്റ്റർ ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഫാസ്റ്റർ മോഷൻ ഓഫ് മോളിക്യൂൾസ് ടേക്ക് പ്ലേസ് വിത്തിൻ ദ സെയിം ടൈം ഇന്റർവെൽ. നമ്മൾ ടെമ്പറേച്ചർ കുറഞ്ഞ സ്റ്റേറ്റിലും കൂടിയ സ്റ്റേറ്റിലും നോക്കുമ്പോൾ ടെമ്പറേച്ചർ ഫാസ്റ്റ് ആയിട്ട് മോളിക്യൂൾസ് ഫാസ്റ്റ് ആയിട്ട് സഞ്ചരിക്കുന്നത് എവിടെയാണ്? നമ്മളുടെ ഹയർ ടെമ്പറേച്ചറിലാണ്. മനസ്സിലാവുന്നു? അതുകൊണ്ട് തന്നെ നമ്മുടെ മീൻ ഫ്രീ പാത്ത് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ ആണ്. ഇവിടെ പ്രഷറുമായിട്ടുള്ള എന്തെങ്കിലും റിലേഷൻ പറയുന്നുണ്ടോ? ഒരു റിലേഷനും പറയുന്നില്ല. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇതിനെ പ്രഷറിന്റെ ടേംസിലോട്ട് കൊണ്ടുവരണം. പ്രഷറിന്റെ ടേംസിലോട്ട് എങ്ങനെയാണ് കൊണ്ടുവരുന്നത്? പ്രഷറിന്റെ ടേംസിലോട്ട് കൊണ്ടുവരാനായിട്ട് നമ്മൾ എന്തിലോട്ട് പോകണം? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനിലോട്ട് പോകണം. എന്താ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? PV is equal to nRT അല്ലേ? PV is equal to nRT ആണ്. അവിടെ P ഉണ്ട്. എന്താണ്? nRT by V ആണ്. അത് നമ്മൾ ചെയ്യണം. മനസ്സിലാവുന്നു? നമ്മളുടെ ലാംഡ എന്ന് പറയുന്നത് നമുക്കറിയാവുന്നത് പോലെ 1 by നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്മുടെ KT ഡിവൈഡ് ബൈ
√2 പൈ ഇൻറ്റു dm² ഇൻറ്റു n/v എന്ന് എഴുതാം. ഇവിടെ KT കൂടെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കിക്കോളണേ. KT ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് വരുന്നത്. അപ്പം നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അനുസരിച്ച് PV എന്ന് പറയുന്നത് nRT ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ എഴുതാം? ഈ n-നെ എങ്ങനെ എഴുതാം? ഇവിടെ n-നെ നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് അല്ലേ? നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമ്പർ ഓഫ് എലമെന്റൽ എൻറ്റിറ്റീസ് എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? ഈ n എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് എലമെന്ററി എൻറ്റിറ്റീസിന്റെ സാമ്പിൾ ആണ് ഈ ക്യാപിറ്റൽ N എന്ന് പറയുന്നത്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? നമ്മുടെ സ്മോൾ n-ന് ക്യാപിറ്റൽ N ഡിവൈഡ് ബൈ n എന്ന് എഴുതിക്കൂടെ? n എന്ന് പറഞ്ഞാൽ എന്താണ്? അവോഗാഡ്രോ നമ്പർ ആണ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് എലമെന്ററി എൻറ്റിറ്റീസിന്റെ സാമ്പിൾ ആണ്. മനസ്സിലാവുന്നു? അപ്പം നമുക്ക് PV = nRT n/na ഇൻറ്റു RT എന്ന് എഴുതിക്കൂടെ? അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? PV = n/na ഇൻറ്റു RT എന്ന് എഴുതാം. ഇനി നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ നമുക്കൊന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെ വരാം? PV = ക്യാപിറ്റൽ N ഇൻറ്റു R/na ഇൻറ്റു T എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ n ഇൻറ്റു ഈ R/na എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, അത് ബോൾസ്മാൻ കോൺസ്റ്റന്റ് ആണ്, KB ആണ്. KB ഇൻറ്റു T ആണ്. അതായത് PV = എങ്ങനെ എഴുതാം? n ഇൻറ്റു KB ഇൻറ്റു T എന്ന് എഴുതാം. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിവിടെ എന്ത് ചെയ്യാടെ? നമുക്ക് നേരത്തെ പറഞ്ഞേക്കുന്ന ഈ ടേമില്ലേ, n/v എന്ന് പറയുന്ന ടേമില്ലേ, അതിനെ ഇവിടെ കൊണ്ടുവന്നൂടെ? എന്താ, ഇവിടെ n ഉണ്ട്, ഇവിടെ v ഉണ്ട്. n/v എങ്ങനെ എഴുതാം? നമുക്ക് KBT ഡിവൈഡ് ബൈ എങ്ങനെ വരും? ഇവിടെ n/v എന്ന് പറയുന്നത് നമ്മുടെ p/, എങ്ങനെ എഴുതാം? KBT എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? p/KBT എന്ന് പറഞ്ഞ് എഴുതാം. അത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തൂടെ? അപ്പം എങ്ങനെ വരും? n/v എന്ന് പറയുന്നത് p/KBT എന്ന് എഴുതാം. നമ്മുടെ വാല്യൂയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? ലാംഡ = എങ്ങനെ വരും? ലാംഡ = നമുക്ക് എഴുതുമ്പോഴത്തേന് KBT ഡിവൈഡ് ബൈ √2 ഇൻറ്റു പൈ ഇൻറ്റു d²p എന്ന് എഴുതിക്കൂടെ? അതായത് നമുക്ക് വേണ്ട കാര്യം കിട്ടിയില്ലേ? അതായത് ലാംഡ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ എന്ന് പറഞ്ഞ് കിട്ടിയോ? അപ്പം നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? നമ്മളുടെ മീൻ ഫ്രീ പാത്ത് എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എന്താണ്? ടെമ്പറേച്ചർ ആണ്. പക്ഷെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എന്തൊക്കെയാണ്? നമ്മളുടെ പ്രഷറിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഡയമീറ്ററിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതേപോലെ തന്നെ n/vക്ക്, അതായത് ഡെൻസിറ്റിക്ക് അല്ലെങ്കിൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് പെർ യൂണിറ്റ് വോളിയം, ഇതിനെല്ലാം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്താണ് മീൻ ഫ്രീ പാത്ത്? മീൻ ഫ്രീ പാത്തും ടെമ്പറേച്ചറും തമ്മിലുള്ള റിലേഷൻ, മീൻ ഫ്രീ പാത്തും അതേപോലെ തന്നെ പ്രഷറും തമ്മിലുള്ള റിലേഷനൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് തന്നേക്കുന്ന സ്റ്റേറ്റ്മെന്റ്സ് നോക്കിക്കേ. മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് ഈസ് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. കറക്റ്റ് അല്ലേ? ലാംഡ എന്ന് പറയുന്നത് അബ്സല്യൂട്ട് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. രണ്ടാമത്തെ നോക്കിക്കേ, മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ. കറക്റ്റ് അല്ലേ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ? നമ്മളിപ്പോൾ പ്രൂവ് ചെയ്തേ ഉള്ളൂ. 1/pക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. മീൻ ഫ്രീ പാത്ത് ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ ഓഫ് മോളിക്കുലർ ഡയമീറ്റർ. നോക്കിക്കേ, മോളിക്കുലർ ഡയമീറ്റർ നോക്കിക്കേ. സ്ക്വയർ ഓഫ് മോളിക്കുലർ ഡയമീറ്ററിനും എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്തൊക്കെയാണ്? 1 കറക്റ്റ് ആണ്, 2 കറക്റ്റ് ആണ്, 3 കറക്റ്റ് ആണ്. അപ്പം mean free path is directly proportional to temperature and inversely proportional to square of molecular diameter and pressure. Okay അല്ലേ? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരാം. സിമ്പിളായിട്ട് നമുക്ക് മീൻ ഫ്രീ പാത്ത് എന്താണെന്ന് അറിഞ്ഞാൽ നമുക്ക് ആൻസർ ചെയ്യാം. ഇവിടെ തന്നെ നമ്മുടെ ആദ്യത്തെ ഇക്വേഷനിൽ എന്തില്ല? നമ്മുടെ പ്രഷറുമായിട്ട് ബന്ധപ്പെട്ട ടേമുകളില്ല. അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് പ്രഷറുമായിട്ട് റിലേറ്റ് ചെയ്ത ടേംസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ യൂട്ടിലൈസ് ചെയ്യാവുന്നതേ ഉള്ളൂ. മനസ്സിലാകുന്നു? അപ്പോൾ ഓരോ ക്വസ്റ്റ്യനും ഇങ്ങനെയാണ് നമുക്ക് ചെയ്യാവുന്ന, നമ്മളൊന്ന് ആലോചിച്ചാൽ മാത്രം നമുക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പം മീൻ ഫ്രീ പാത്ത് നിങ്ങൾക്ക് പരീക്ഷയുടെ സമയത്ത് നമ്മുടെ ആ ഹെക്റ്റിക് ആയിട്ടുള്ള സിലബസ് നിങ്ങൾക്ക് കവർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നിങ്ങൾ ഡിസ്കസ് ചെയ്യാണ്. ഇനി നിങ്ങൾക്ക് ആർക്കായിരുന്നാലും മീൻ ഫ്രീ പാത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം പ്രഷറുമായിട്ട് ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ടെമ്പറേച്ചറുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്, dm² ഇൻവേഴ്സ്ലി റിലേറ്റഡ് ആണ്. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പം നമ്മൾ എൻറ്റയർ ടോപ്പിക്സ് ഒരു 10, ഇനി നമ്മുടെ എക്സാമിന് ഒരു 30 ദിവസമൊക്കെ വരത്തുള്ളൂ. അപ്പോൾ അത്രയും ദിവസം കൊണ്ട് നമുക്ക് ഈ എൻറ്റയർ സിലബസ് കവർ ചെയ്ത് പരീക്ഷ എഴുതുക എന്നുള്ളത് ഒരിക്കലും പോസിബിൾ അല്ല. അതിനുള്ള മിറാക്കിൾസ് ഒന്നുമില്ല. അപ്പം നമുക്ക് അത്രയും ടോപ്പിക്സ്
നമുക്ക് കവർ ചെയ്യാൻ ടൈമില്ല. അപ്പം നമ്മൾ എന്താ ചെയ്യുന്നത്, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, ശരിക്കും പറഞ്ഞ ഒരു ട്രയൽ ആൻഡ് എറർ കളിയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത്. കാര്യം മാക്സിമം എന്ത് ചെയ്യുക, നമ്മൾ ഒരു ട്രയൽ നോക്കുകയാണ്, ശരിയാവോ ഇല്ലേ, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ഫാക്ട്സ് നമ്മൾ നോക്കുക. കാര്യം ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഒരു സബ്ജക്റ്റ് അറിഞ്ഞാലേ പറ്റത്തുള്ളൂ, അല്ലാതെ നമുക്ക് ബ്ലൈൻഡ് ആയിട്ട് നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റില്ല. ഇപ്പം മീൻ ഫ്രീ പാത്തിൻ്റെ ഇക്വേഷൻ ഇതാണ്, ബാക്കി കാര്യങ്ങൾ ഇതാണ്. നിങ്ങൾക്ക് പഠിച്ചൊരു ബേസിക് ഐഡിയ ഉണ്ടാകുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് പറഞ്ഞാൽ ഓർമ്മ വരുന്നവരാണെങ്കിൽ ഈ ഒരു കാര്യം നടക്കത്തുള്ളൂ. നിങ്ങൾ മാക്സ്വൽ റിലേഷനേ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ നിങ്ങൾ കൈനറ്റിക്സേ പഠിച്ചിട്ടില്ല, ഓർഡർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയത്തില്ല, അങ്ങനെ ഒരാളെ സംബന്ധിച്ച് ഈ 30 ദിവസം കൊണ്ട് സെറ്റ് നേടുക ഇറ്റ്സ് ഇമ്പോസിബിൾ. പക്ഷേ MSc വരെ പഠിച്ച നിങ്ങൾക്ക് മാക്സ്വൽ റിലേഷൻ എന്താണെന്ന് ആ ഇക്വേഷൻ അറിഞ്ഞില്ലെങ്കിൽ പോലും ഇങ്ങനെ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അലീനിയസ് ഇക്വേഷൻ പറയുമ്പോൾ K = A × e⁻ ആണെന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്നവരാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്കൊരു സ്മാർട്ട് വർക്കിലൂടെ നമ്മുടെ സെറ്റ് എന്ന് പറയുന്ന ഒരു എക്സാം നിങ്ങൾക്ക് നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ വേണ്ട എന്താണ്, സ്മാർട്ട് സ്ട്രാറ്റജീസ് യൂസ് ചെയ്യുക, മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. എന്ന് വെച്ചാൽ അത് മാത്രമേ ഉള്ളൊരു വഴിയെന്ന് പറഞ്ഞാൽ അത് സെറ്റിൻ്റെയും നെറ്റിൻ്റെയും ഗേറ്റിൻ്റെയും ജാമിൻ്റെയും എല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യുക. നിങ്ങൾക്ക് കൈ കിട്ടുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം എടുത്തു വെച്ച് നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് ഒരു 70% കൂടുതൽ പോസിബിലിറ്റി ഉണ്ട് നമുക്ക് സെറ്റ് കിട്ടാൻ. 100% ഞാൻ ആർക്കും ഉറപ്പ് പറയത്തില്ല. കാര്യം ഇപ്പോൾ ഏതെങ്കിലും ഒരു പുതിയ എക്സാമിനർ വിചാരിക്കുകയാണ് ഈ ടോപ്പിക്സ് ഒന്നും വേണ്ട, എൻ്റെ ഞാനിത് റീപ്ലേസ് ചെയ്യണം, അതൊക്കെ നമ്മുടെ എക്സ്ട്രീം കണ്ടീഷനാണ്, ഏറ്റവും വേഴ്സ്റ്റ് കണ്ടീഷൻസ് ആണ്. അങ്ങനെ വരാറില്ല. കാര്യം ഇപ്പോൾ കുറച്ച് കാലമായിട്ട് നമുക്ക് വരുന്ന പാറ്റേൺസ്, നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഒരു 2020 തൊട്ടുള്ള 22 എക്സാമുകളുണ്ടല്ലോ, 21 2 എക്സാം, അത് തൊട്ട് 24 വരെ കഴിഞ്ഞ് നടന്ന എക്സാം വരെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്കറിയാം ചില ക്വസ്റ്റ്യൻസ് അതേപോലെ റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പം ബോണ്ട് ഓർഡർ ഓഫ് N2 ചോദിക്കുന്ന സ്ഥലത്ത് ചിലപ്പം ബോണ്ട് ഓർഡർ ഓഫ് F2- ആയിരിക്കും ചോദിക്കുന്നത്. അങ്ങനത്തെ ഇപ്പം നമ്മളോട് പെട്ടെന്ന് വരികയാണ് സൂപ്പർ ഓക്സൈഡിൻ്റെ ബോണ്ട് ഓർഡർ എത്രയാണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരും, പക്ഷേ പ്രൊസീജിയറൊക്കെ കറക്റ്റാണ്. സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പം നമ്മുടെ 30 ഡേയ്സിൻ്റെ ബാച്ചിലും നമ്മൾ ചെയ്യുന്നൊരു മെത്തേഡ് ഓഫ് സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. കാര്യം മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുക. കാര്യം ഇതുവരെ നടന്ന എല്ലാ എക്സാമുകൾക്കും ഈ ഒരു പാറ്റേൺ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ബോണ്ട് ഓർഡർ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ബോണ്ട് ഓർഡർ എന്താണ്, ബോണ്ട് ലെങ്തുമായിട്ടുള്ള റിലേഷൻ എന്താണ്, ആ ഒരു ഏരിയയിൽ നിന്ന് അവിടെ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പം നമ്മളെല്ലാം വലിച്ചുവാരി പഠിക്കുന്നതിന് പകരം കുറേ സെലക്ഷൻ നടത്തി പഠിക്കുക. അത് മാത്രമേ ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവത്തുള്ളൂ. നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലും 30 ഡേയ്സിൻ്റെ ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവിടെയും നമ്മൾ യൂസ് ചെയ്യുന്ന സ്ട്രാറ്റജി ഇത് തന്നെയാണ്. മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിക്കുക, നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ അത് മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിക്കുക, അതിന് മാത്രം സ്ട്രെസ് ചെയ്ത് പഠിക്കുക. കാര്യം എൻ്റെ സിലബസ് നിങ്ങൾക്ക് ഇനി ഒരു കാരണവശാലും കവർ ചെയ്യാൻ പറ്റില്ല, അത് ഷുവറാണ്. അപ്പം അതിന് പകരം നമ്മൾ ഇങ്ങനെയുള്ള സ്മാർട്ട് വർക്കുകൾ, കാര്യം കുറേ നാളെ ഈ ഒരു ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ടീച്ചേഴ്സിന് അറിയാം ഇന്ന ഏരിയാസിൽ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പം ആ ഏരിയാസ് നിങ്ങളോടും പഠിക്കാൻ പറയുക, അതുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുക. അതുതന്നെയാണ് നമ്മളുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിലെ ഈ 30 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ചിന് നമ്മൾ ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിനകത്തൊരു അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ലൈവ് സെഷൻസ് തന്നെയാണ്. അതുപോലെ തന്നെ ഒരു എക്സാം സീരീസ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ എത്രത്തോളം എക്സാമുകൾ എഴുതുന്നു അത്രത്തോളം നിങ്ങൾക്ക് ജയിക്കാനുള്ള ഒരു ചാൻസ് കൂടുകയാണ്. അപ്പോൾ അതാണ് നമ്മൾ നമ്മുടെ 30 ഡേയ്സിൻ്റെ ക്രാഷ് ബാച്ചിലും ചെയ്യുന്നത്. അപ്പം ഈ കോഴ്സിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾക്കെല്ലാം നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നതാവുന്നു. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒരു മെസ്സേജ് ഇട്ടാലും മതി. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മുടെ ടീം നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസിലോട്ട് പോവാം. നോക്കിക്കേ, നമുക്ക് 2 സ്റ്റേറ്റ്മെന്റ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ റിയാക്ഷൻ ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. രണ്ടാമത് പറയുന്നത് എന്താണ്, ദ ഇൻക്രീസ് ഇൻ റേറ്റ് കോൺസ്റ്റന്റ് ഈസ് മെയിൻലി ഡ്യൂ ടു ഇൻക്രീസ് ഇൻ ബൈമോളിക്കുലാർ കൊളീഷൻസ്. നമ്മുടെ കൊളീഷൻ തിയറിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്ന ചില സ്റ്റേറ്റ്മെന്റുകളാണ് അല്ലേ. അപ്പോൾ നമുക്കിത് ഫെമിലിയർ ആണോ? ഇത് സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. റേറ്റ് കോൺസ്റ്റന്റ് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ. നമുക്കറിയാം റേറ്റ് കോൺസ്റ്റന്റ് കേസ് പറയുമ്പോഴത്തേനും നമ്മൾ ടെമ്പറേച്ചർ കൂട്ടിക്കൊടുത്താൽ എന്താ സംഭവിക്കുന്നത്, ടെമ്പറേച്ചർ കൂട്ടിക്കൊടുക്കുമ്പോഴത്തേനും മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി കൂടും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവരുടെ മൂവ്മെൻറ്റ് ഫാസ്റ്റ് ആവും, അവർ കൊളൈഡ് ചെയ്യുന്ന സ്പീഡ് കൂടും, ബൈമോളിക്കുലാർ കൊളീഷൻസ് ഇൻക്രീസ് ചെയ്യും, അതുകൊണ്ട് തന്നെ ഫാസ്റ്റായിട്ട് റിയാക്ഷൻ നടക്കും. അപ്പോൾ ഈ തന്നേക്കുന്ന 2 സ്റ്റേറ്റ്മെൻറ്റ്സും നമുക്ക് നോക്കിക്കേ, ഇതിനകത്തുനിന്ന് കറക്റ്റ് ചോയ്സ് എന്താണെന്നാണ് ചോദിച്ചേക്കുന്നത്. സ്റ്റേറ്റ്മെൻറ്റ് 1 കറക്റ്റ് ആണോ, അതെ സ്റ്റേറ്റ്മെൻറ്റ് 2 എന്ന് പറയുന്നത് 1ൻ്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണോ, അതെ സ്റ്റേറ്റ്മെൻറ്റ് 1 മാത്രമാണോ കറക്റ്റ്, സ്റ്റേറ്റ്മെൻറ്റ് 2 റോങ് ആണോ, അതെ സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം റോങ് ആണോ, ഇങ്ങനെയാണ് നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്, ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എയിൽ എന്താ പറയുന്നത്,
സ്റ്റേറ്റ്മെന്റ് 1 കറക്റ്റ് ആണ്. സ്റ്റേറ്റ്മെന്റ് 2 എന്ന് പറയുന്നത് സ്റ്റേറ്റ്മെന്റ് 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ്. അതായത് നമ്മുടെ റിയാക്ഷൻ റേറ്റ് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഇൻക്രീസ് ചെയ്യും. ഈ ഇൻക്രീസ് ചെയ്യുന്ന കാരണം എന്താണ്? നമ്മളുടെ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ബയോമോളിക്കുലാർ കൊളീഷൻസ് കൂടും. കൊളീഷൻസിന്റെ എണ്ണം കൂടുന്നതിനനുസരിച്ച് റേറ്റും ഇൻക്രീസ് ചെയ്യും. മനസ്സിലാവുന്നു? കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് രണ്ടും കറക്റ്റ് ആണ്. 1ന്റെ കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് 2 എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. സിമ്പിൾ ആണ്, ഞാൻ ജസ്റ്റ് ഇതൊന്ന് എഴുതിയെന്നേ ഉള്ളൂ. റേറ്റ് കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് ഇൻക്രീസസ് വിത്ത് ടെമ്പറേച്ചർ ആണ്. ഈ റേറ്റ് ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ആവറേജ് കൈനറ്റിക് എനർജി കൂടും. അതെന്തിനെ ഇൻക്രീസ് ചെയ്യും? ബയോമോളിക്കുലാർ കൊളീഷന്റെ റേറ്റിനെ ഇൻക്രീസ് ചെയ്യും. ഓവറോൾ റിയാക്ഷന്റെ സ്പീഡ് കൂടുകയും ചെയ്യും. മനസ്സിലാവുന്നു? ഇത് നമ്മുടെ അരീനിയസ് ഇക്വേഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പാറ്റേൺ ഓഫ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇത് അതിനകത്തുള്ള ഏറ്റവും സിമ്പിൾ വേർഷൻ ഓഫ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ നോക്കിക്കേ. ഫോർ എ കെമിക്കൽ റിയാക്ഷൻ ഒബൈയിങ് അരീനിയസ് ഇക്വേഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് പ്ലോട്ട് വിൽ ബി ലീനിയർ? കെ എന്ന് പറയുന്നത് റേറ്റ് കോൺസ്റ്റന്റ് ആണ്. അപ്പം നമ്മളോട് വേറൊന്നും പറഞ്ഞിട്ടില്ല. ഏതോ ഒരു റിയാക്ഷൻ, ആ റിയാക്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ അരീനിയസ് ഇക്വേഷനെ ഒബായ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അരീനിയസ് ഇക്വേഷൻ ഒബായ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് ഏത് പ്ലോട്ട്, കെ വേഴ്സസ് ടി ആണോ, ലോഗ് കെ വേഴ്സസ് ലോഗ് ടി ആണോ, അതെ ലോഗ് കെ വേഴ്സസ് 1/t ആണോ, ലോഗ് കെ വേഴ്സസ് ടി ആണോ? ഇതിൽ ഏതാണ് നമുക്കൊരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് തരുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്താണ്? സിമ്പിളായിട്ട് പറയാം, നമ്മുടെ അരീനിയസ് ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. എന്താണ് അരീനിയസ് ഇക്വേഷൻ? കെ ഇസ് ഈക്വൽ ടു കെ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഇ എ ബൈ ആർ ടി. ഇതാണ് നമ്മളുടെ അരീനിയസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ തന്നേക്കുന്നത് എന്താ? ഏത് പ്ലോട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് ലീനിയർ പ്ലോട്ട് കിട്ടുന്നതെന്നാണ് ചോദിച്ചേക്കുന്നത്. അപ്പം കെ വേഴ്സസ് ടി ചെയ്താൽ ഇവിടെ ലീനിയർ പ്ലോട്ട് കിട്ടുമോ? അല്ല, ഇവിടെ എക്സ്പെറൻഷ്യൽ ഫോമിലേക്ക് ഇക്വേഷൻ കൊടുക്കുന്നത്. ഒരിക്കലും നമുക്ക് ലീനിയർ പ്ലോട്ട് കിട്ടണമെങ്കിൽ ആ ഇക്വേഷൻ ഏത് ഫോമിലായിരിക്കണം? ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോമിലായിരിക്കണം. ഇത് സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ ആണോ? നോ, ഇറ്റ്സ് നോട്ട് എ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ. അപ്പം നമ്മൾ ഇതിനെ എന്തിലോട്ട് കൊണ്ടുവരണം? സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ്റെ ഫോമിലോട്ട് കൊണ്ടുവരണം. എന്താ സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ഫോമിൽ y is equal to mx plus c എന്ന് പറയുന്ന ഫോമിൽ കൊണ്ടുവരണം. m എന്ന് പറയുന്ന സ്ലോപ്പും c എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർസെപ്റ്റുമാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ കൊണ്ടുവരുന്നത്? നമ്മൾ ലോഗ് എടുക്കുക. നമുക്കിവിടെ തന്നേക്കുന്ന ഓപ്ഷനിലെല്ലാം ലോഗ് അല്ലേ ഉള്ളത്? ലോഗ എന്നല്ല ലോഗ ഉള്ളത്. അതുകൊണ്ട് നമ്മൾ ലോഗ് എടുക്കുക. ലോഗ് കെ എന്ന് പറഞ്ഞാൽ എങ്ങനെ വരും? ഇവിടെയും ലോഗ് എടുക്കുമ്പോൾ ലോഗ് എ ഇൻറ്റു ഇ റേസ്റ്റ് മൈനസ് സി എ ബൈ ആർ ടി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ ഇൻറ്റു ബി ഫോമിൽ. അപ്പം ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അതായത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ പ്ലസ് ലോഗ് ഇ റേസ്റ്റ് മൈനസ് സി എ ബൈ ആർ ടി എന്ന് എഴുതാം. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ നമുക്കിതിനൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ എങ്ങനെ വരും? ലോഗ് കെ എന്ന് പറയുന്നത് ലോഗ് എ ലോഗ് ടു ദ പവർ ഇ റേസ്റ്റ് മൈനസ് സി എ ബൈ ആർ ടി. അതായത് അപ്പം നമുക്ക് എന്ത് വരും ആൻസർ? ഇവിടെ ഈ ടേം എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുമ്പം മൈനസ് ഇ എ ബൈ ആർ ടി എന്ന് പറഞ്ഞ് വരും. ഇവിടെ നിങ്ങൾ ആലോചിക്കണം, ഇവിടെ ലോഗാണ് എടുത്തേക്കുന്നത്, എല്ലാം നല്ല നാച്ചുറൽ ലോഗരിതം അല്ല, ലോഗരിതം ടു ദ ബേസ് 10 ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിനെല്ലാം 2.303 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇവിടെ ഒരു ടേമും കൂടെ വരും അല്ലേ? ലോഗ് എ മൈനസ് സി എ ബൈ 2.303 ആർ ടി എന്ന് പറഞ്ഞ് വരും. ഇതെന്ത് ഫോമിലാണ്? y is equal to mx പ്ലസ് സി ഫോമിലല്ലേ? ഇവിടെ സി എന്ന് പറയുന്നത് എന്ത് വരും? ഇവിടെ സി എന്ന് പറയുന്നത് നമ്മളുടെ ഇന്റർസെപ്റ്റ് ആണ്. അതിൻ്റെ വാല്യൂ ലോഗ് എ എന്ന് പറയും. ഇനി എമ്മിൻ്റെ വാല്യൂ എങ്ങനെ വരും? എം എന്ന് പറയുന്നത് മൈനസ് സി എ ബൈ 2.303 ആർ എന്ന് പറയുന്ന ഫോമിൽ വരും. അപ്പം നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേന് ലോഗ് കെ വേഴ്സസ് എന്ത് പ്ലോട്ട് ചെയ്യണം? 1/t പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടും. അപ്പോൾ അത് പ്ലോട്ട് ചെയ്യുമ്പോഴത്തേന് ലോഗ് കെ വേഴ്സസ് 1/t പ്ലോട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എന്ത് കിട്ടും? ഒരു സ്ട്രേറ്റ് ലൈൻ ഇക്വേഷൻ കിട്ടും. കണ്ടോ? ഇതാണ് നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ലോഗ് കെ എഗെയിൻസ്റ്റ് 1/t നമ്മൾ പ്ലോട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്കിത് ഇതേപോലെ ഒരു സ്ട്രേറ്റ് ലൈൻ ഗ്രാഫ് കിട്ടും. കണ്ടോ? ഇവിടെ ലോഗ് കെയും 1/tയും പ്ലോട്ട് ചെയ്യുമ്പോഴത്തേനും നമ്മുടെ സ്ലോപ്പ് എന്ത് വരും? നമ്മുടെ സ്ലോപ്പ് എന്ന് പറയുന്നത് മൈനസ് സി എ ബൈ 2.303 വരും. ലോഗ് എ ആയിരിക്കും നമ്മുടെ ഇന്റർസെപ്റ്റ് ആയിട്ട് വരുന്നത്. മനസ്സിലാവുന്നു? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ്, ഈ അരീനിയസിന്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്ന എല്ലാ പ്രാവശ്യം ഏതെങ്കിലും ഫോമിൽ നമുക്ക് ഇന്റർസെപ്റ്റ് തന്നേക്കും, അല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ സ്ലോപ്പിൻ്റെ വാല്യൂ തന്നേക്കും. ഇത് നമ്മളോട് ആക്ടിവേഷൻ എനർജിയും നമ്മുടെ അരീനിയസ് ഫാക്ടറും കണ്ടുപിടിക്കാൻ പറയും. ഇത് പല രീതിയിൽ നമുക്ക് മൈനസ് ഇൻട്രസ്റ്റും ഒക്കെ വന്ന പല ക്വസ്റ്റ്യൻസ് എല്ലാം വരും. ചില സ്ഥലത്ത് ലോഗ് വരും. പല പല രീതിയിൽ നമ്മളോട് ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ
വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ലോഗ് കെ ആണോ ln ആണോ, അപ്പം ഇങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതേ കണക്കത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മളുടെ ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും ഇഷ്ടപ്പെടാതിരുന്നാലും അത് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലുള്ള കൂടുതൽ വീഡിയോസ് എല്ലാം കിട്ടും. സെറ്റിൻ്റെ പ്രിപ്പറേഷൻസ് എല്ലാം എല്ലാവരും കാര്യമായിട്ട് ചെയ്യുക. എല്ലായിടത്തും കോഴ്സുകളുണ്ട്, അപ്പോൾ എല്ലാവരും കാര്യമായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളും അതിൻ്റെ കൂടെ തന്നെ എത്തണം. എഫക്റ്റീവായിട്ട് പഠിക്കുക. ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ ചെയ്യുമ്പം ആ ക്വസ്റ്റ്യനും ആൻസറും മാത്രം പഠിക്കാണ്ട് എൻ്റെയർ കാര്യങ്ങളും അതിനകത്ത് വന്ന റോങ് ആൻസർ എന്തുകൊണ്ട് വന്നു, അല്ലെങ്കിൽ ആ റോങ് ആൻസറിനെ സംബന്ധിക്കുന്ന ബാക്കി കാര്യങ്ങളും ഡിസ്കസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പം വേറൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.